വെൽക്കം ടു പ്രൂഫ് സ്കെയിൽ. സെറ്റ് എക്സാം ഓൺലി ബാച്ചിലെ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതില് നമ്മൾ പാർട്ട് 1 വരുന്ന ആ ഒരു ഭാഗത്തിലെ ഒരു ടോപ്പിക് നമ്മൾ നമ്മുടെ എക്സാം ബാച്ചിലൊക്കെ ആയിട്ട് കൊടുത്ത ടോപ്പിക്കിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 40 ചോദ്യങ്ങളോളം പ്രീവിയസും അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ടുള്ള ഒരു 40 ചോദ്യങ്ങളോളമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആ ക്ലാസ് കാണാത്തവര് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ടൈം ടേബിൾ, നമ്മൾ എക്സാം ഓൺലി ബാച്ചിൽ കൊടുത്തിട്ടുള്ള അടുത്ത ടൈം ടേബിളിൽ വരുന്ന ഒരു 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ സെറ്റ് എക്സാം ഓൺലി ബാച്ചിൽ പേപ്പർ 1 മൊഡ്യൂൾ 3 ആണ് നമ്മൾ എക്സാം ഓൺലി ബാച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത മുന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പേപ്പർ 1 യൂണിറ്റ് 4 വരുന്ന ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, അതിൽ മൊഡ്യൂൾ 1 ആയിരുന്നു ഇത്, ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. ഈ ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നിട്ട വീഡിയോയിൽ ഈ ഒരു 40 ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഒരു മേഖലയിൽ നിന്നും നമുക്ക് ചോദിച്ചിട്ടുള്ള മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ അടുത്തതായിട്ടുള്ള നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പേപ്പർ 1 യൂണിറ്റ് 4, ഇതിന്റെ തന്നെ ബാക്കിയായിട്ട് വരുന്ന ഭാഗമാണ് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. മൊഡ്യൂൾ 1 ഇതുപോലെയുള്ള ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്, അതുപോലെ അടുത്തതായിട്ട് വരുന്നത് എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ. ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ടോപ്പിക്കാണ് ഈ ഒരു യൂണിറ്റ് 4 വരുന്ന അടുത്ത ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ടൈം ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. Music is a moral law. It gives soul to the universe, wings to the mind, flight to the imagination, and charm and gaiety to life and to everything. Who stated this? എന്നായിരുന്നു ചോദ്യം. A. Gandhiji, B. S. Radhakrishnan, C. Plato, D. Rabindranath Tagore. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് മ്യൂസിക് ഈസ് എ മോറൽ ലോ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കാണുന്നത്. നമ്മളല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മ്യൂസിക്കിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഇറ്റ് ഗീവ്സ് സോൾ ടു ദി യൂണിവേഴ്സ്, അല്ലേ? നമ്മുടെ യൂണിവേഴ്സിന് ഒരു ആത്മാവ് തന്നെ നൽകുന്നതാണ് സംഗീതം എന്ന് പറയുന്നത്, അല്ലെ? മൈൻഡിന് ചിറകുകൾ നൽകുന്ന, നമ്മുടെ മനസ്സിന് ചിറകുകൾ നൽകുന്നതാണ് മ്യൂസിക്, അല്ലെ? അതുപോലെ നമ്മുടെ ഇമാജിനേഷന്, നമ്മുടെ ഭാവനയ്ക്കൊക്കെ എന്താണ് പറക്കാനായിട്ട്, ആ ചിറകുകൾ ഉപയോഗിച്ച് പറക്കണം, ആ ഭാവനയ്ക്ക് പറക്കാനായിട്ട് സഹായിക്കുന്നതാണ് മ്യൂസിക് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ചാം ആൻഡ് ഗേറ്റി ടു ലൈഫ് ആൻഡ് ടു എവറിഥിങ്, അല്ലെ? എല്ലാത്തിനും ബ്യൂട്ടി നൽകുന്നതാണ് സംഗീതം അല്ലെങ്കിൽ മ്യൂസിക് എന്ന് പറയുന്നത്. ഹൂ സ്റ്റേറ്റഡ് ദിസ്? ആരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം, അല്ലെ? അപ്പോൾ ഇതിൽ ആരാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ആരാണ് ഇങ്ങനത്തെ ഒരു വാക്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക? ഗാന്ധിജി ആണോ, രാധാകൃഷ്ണനാണോ, പ്ലേറ്റോ ആണോ, രവീന്ദ്രനാഥ് ടാഗോർ ആണോ? നമുക്ക് ആൻസർ ഒന്ന് പരിശോധിക്കാം. ഇത് മറ്റാരുമല്ല, പ്ലേറ്റോ ആണ് ഇങ്ങനെ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പ്ലേറ്റോ ആണ് മ്യൂസിക്കിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യമാണ് മാച്ച് ദി ഫോളോയിങ് ആയിട്ടാണ് അടുത്ത ചോദ്യം വരുന്നത്. മാച്ച് ദി ഫോളോയിങ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. കാണുമ്പോൾ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്താണ്, ഇത് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് അഡൽട്ട് എഡ്യൂക്കേഷൻ, ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, വാർധ എഡ്യൂക്കേഷൻ. അപ്പൊ 1-2 ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ കിട്ടും, അല്ലെ? 1-2 ഓപ്ഷൻസ് ഒക്കെ നമുക്കറിയാം. ലിസ്റ്റ് 2 ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്. ജോൺ ഡ്യൂവി, അതുപോലെ എഡ്വാർഡ് സി ലിൻഡ്മാൻ, മഹാത്മാ ഗാന്ധിജി, ശ്രീ അരബിന്ദോ. ഇതിൽ ആരൊക്കെയാണ് ഇതിന്റെ ഇതായിട്ട് വരുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് അറിയാവുന്നത് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യണം, അല്ലെ? അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് ഇതുപോലെയാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കുന്നില്ല, നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ നമുക്ക് ഇതിൽ അറിയാവുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഇതിൽ ഏതാണ്, ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ വാർധ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആയിരിക്കും. വാർധ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോയിന്റാണ്, അല്ലെ? അപ്പോൾ ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏതാണ് വന്നിട്ടുള്ളത്? ഡി എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധിജിയാണ് ഇവിടെ വരേണ്ടത്. പക്ഷെ ഈ മഹാത്മാഗാന്ധിജി 3 വരുന്ന D3 എന്ന് പറയുന്ന ഓപ്ഷൻ എന്തുണ്ട്?
ഈ ഓപ്ഷൻസ് രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ രണ്ട് ഓപ്ഷൻസും നമുക്ക് ഇതിൽ നിന്ന് കളയാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ആൻസറുകൾ ചെയ്യണം കേട്ടോ. ഇനി പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്തായാലും ഇതിൽ രണ്ടിലായിരിക്കുമല്ലോ ആൻസർ. നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ആൻസർ ഏതാണ്? സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിലൊരെണ്ണം വരും നമുക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് അഡൾട്ട് എഡ്യൂക്കേഷന്റെ ഉപജ്ഞാതാവ് ആരാണ്? അഡൾട്ട് എഡ്യൂക്കേഷൻ. അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്വേർഡ് സി ലിൻഡ്മാൻ എന്നുള്ള ഓപ്ഷൻ ആണ് നമുക്ക് വരേണ്ടത്. അപ്പൊ അഡൾട്ട് എഡ്യൂക്കേഷൻ എഡ്വേർഡ് സി ലിൻഡ്മാൻ എന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി എന്താണ് ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ? ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ശ്രീ അരബിന്ദോ ആണ് അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ ശ്രീ അരബിന്ദോ ആണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആരാണ്? പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജോൺ ഡ്യൂവിയുടെ കൺസെപ്റ്റ് അല്ലേ? പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജോൺ ഡ്യൂവി പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ നോക്കൂ, ഈ ജോൺ ഡ്യൂവി പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഈ സിയില് 1 ഉണ്ട് അല്ലെ? സിയില് 1 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആൻസറിലേക്ക് വേഗം എത്താൻ പറ്റും. ഇതിൽ സിയില് 2 ആണ് കിടക്കുന്നത്. സിയില് 2 എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ജോൺ ഡ്യൂവി ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. രണ്ടെണ്ണത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി അല്ലെ? ഓപ്ഷനിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് വാർധ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ? അപ്പൊ എല്ലാ ഓപ്ഷനും ആയിട്ടുണ്ട്. അടുത്തൊരു മാച്ച് ദി ഫോളോയിങ്. ലിസ്റ്റ് എയും ലിസ്റ്റ് ബിയും ഞാൻ വായിക്കാം. ഫസ്റ്റ് വൺ ആണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നുള്ള തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരുടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്. പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് ആണ് അടുത്തത്. ഐഡന്റിറ്റി ആൻഡ് ലൈഫ് സൈക്കിൾ. ഐഡന്റിറ്റി ആൻഡ് ലൈഫ് സൈക്കിൾ ആണ് അടുത്ത ഓപ്ഷൻ. മൈൻഡ് ഇൻ സൊസൈറ്റി. മൈൻഡ് ഇൻ സൊസൈറ്റി. അപ്പോൾ ഇതിന്റെ ലിസ്റ്റ് 2ൽ തന്നിട്ടുള്ളത് വൈഗോട്സ്കി, എറിക്സൺ, പിയാഷെ, പൗലോ ഫ്രയർ. നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. ഇതിൽ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് ആരുടെ തിയറിയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ? ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന തിയറി വളരെ ഫേമസ് ആണ്. നിങ്ങൾക്കറിയാം ഈ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്താണ്? പിയാഷെയുടെ തിയറിയാണ് അല്ലെ? പിയാഷെയുടെ തിയറി അല്ലേ ജനറ്റിക് എപ്പിസ്റ്റമോളജി? ഇതുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമല്ലേ? പിയാഷെയും ഈ ഒരു പിയാഷെ എന്ന് പറയുന്ന വ്യക്തിയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നുള്ള തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത് പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറയുന്ന ഒരു ബുക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്. അധസ്ഥിതരുടെ അല്ലെ ബോധന ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഒപ്രസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് ആരുടെയാണ്? പൗലോ ഫ്രയറിന്റെ ബുക്കാണ് കേട്ടോ. പൗലോ ഫ്രയറിന്റെ ഒരു പുസ്തകമാണ് പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്. പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്. ഇനി നിങ്ങൾ ഐഡന്റിറ്റിയെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഐഡന്റിറ്റി ക്രൈസിസ് എന്നോ അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? ആ ഒരു ടേം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഐഡന്റിറ്റി ആൻഡ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എറിക്സന്റെ ആണ്. എറിക്സന്റെ ആണ് ആ ഒരു ലൈഫ് സൈക്കിൾ അല്ലെ? അദ്ദേഹത്തിന്റെ തിയറി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സോഷ്യോ തിയറി പഠിച്ചിട്ടില്ലേ? സൈക്കോ സോഷ്യൽ തിയറി പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ്. ഇനി അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് മൈൻഡ് ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത് ആരുടെയാണ്? വൈഗോട്സ്കിയുടെ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതായിട്ട് വരും? ഇതിൽ ഏതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ സി ആണ്. നോക്കൂ, ആൻസർ സി ആണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. Who defined curriculum is a tool in the hands of the artist to mold his or her materials according to his or her ideals in the studio. നോക്കൂ, ഒരു സ്റ്റുഡിയോയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. ഒരു സ്റ്റുഡിയോയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ? കരിക്കുലം എന്ന് പറയുന്നത് ഒരു ടൂൾ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആരുടെ കയ്യിലെ? ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിലെ ടൂളാണ് കരിക്കുലം എന്ന് പറയുന്നത്. കരിക്കുലം ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിലെ ടൂളാണ്. ആക്ച്വലി ആരാണ് ഇവിടെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്? ഇവിടെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചറാണ്. ഇവിടെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ടീച്ചറാണ്. ടീച്ചറുടെ കയ്യിലെ പഠിപ്പിക്കാനുള്ള ടൂളാണ് കരിക്കുലം എന്ന് പറയുന്നത്. ഒരു ടൂളായിട്ടാണ് ഇവിടെ കരിക്കുലത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഹെർ മെറ്റീരിയൽസ്, ഹിസ് ഓർ ഹെർ മെറ്റീരിയൽസ്. ആ മെറ്റീരിയൽസ് എന്തായിരിക്കും? മുന്നിലിരിക്കുന്ന കുട്ടികളാണ് മെറ്റീരിയൽസ്. ഓക്കെ, സ്റ്റുഡൻസ് ആണ് ഇവിടെ മെറ്റീരിയൽസ്. സ്റ്റുഡൻസ് ആണ് ഇവിടെ മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഐഡിയൽസ് ഇൻ ദി സ്റ്റുഡിയോ. അപ്പോ ഇത് ആരാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? കരിക്കുലത്തെ കുറിച്ചുള്ള നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? കരിക്കുലത്തെ കുറിച്ച് നമ്മുടെ പൂന്തോട്ടത്തിലെ പൂക്കളെ അല്ലെ പരിപാലിക്കുന്ന ഒരു ഗാർഡനർ ആയിട്ടാണ് ടീച്ചർ വർത്തിക്കുന്നത്.
എന്നുള്ള കരിക്കുലത്തെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഗാർഡനറായിട്ട് ടീച്ചറെ ഉപമിച്ചത് അല്ലെ, അവിടുത്തെ തോട്ടക്കാരനായിട്ട് ടീച്ചർ ഉപമിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ പൂന്തോട്ടമാകുന്ന സ്കൂളിലെ തോട്ടക്കാരനാകുന്ന ടീച്ചർ അല്ലെ, അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിലെങ്ങനെയാണ് കരിക്കുളം എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ കിട്ടുന്ന ഒരു ഉപകരണമാണ്, അല്ലെ ഒരു ടൂളാണ്. ആ മെറ്റീരിയൽസ് ഒക്കെ മൗൾഡ് ചെയ്ത് ആ മെറ്റീരിയൽസിനെ ആ സ്റ്റുഡൻസിനെ മൗൾഡ് ചെയ്ത് എടുക്കുന്നു അല്ലെ. ആ സ്റ്റുഡിയോയില്, ആ സ്കൂളാകുന്ന സ്റ്റുഡിയോയില് ആ ഒരു ടീച്ചറുടേതായിട്ടുള്ള രീതിയിൽ ഐഡിയൽസ് വെച്ചിട്ട് മൗൾഡ് ചെയ്ത് എടുക്കുന്നതാണ് അല്ലെ കുട്ടികൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത് വളരെ കുട്ടികളുടെ കാര്യങ്ങൾ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് നടക്കുന്നതാണെന്നും കരിക്കുലം എന്നത് ഒരു ടൂളാണെന്നും ഒക്കെ വളരെ കണ്ണിങ് ആയിട്ട് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് കണ്ണിങ്ഹാം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ണിങ്ഹാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ നോക്കൂ, കണ്ണിങ്ഹാം ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 5ാമത്തെ ചോദ്യമാണ്, Who among the following is famous for compilation of poetic verses, Geetanjali, reflecting elements of Indian aesthetics? ഈ ഒരു poetic verse ആരാണ് കമ്പോസ് ചെയ്തിട്ടുള്ളതെന്ന് അല്ലെ? ഇന്ത്യൻ എസ്തെറ്റിക്സിന്റെ എലമെന്റ്സ് റിഫ്ലക്ട് ചെയ്യുന്ന ഗീതാഞ്ജലി എന്ന് പറയുന്ന poetic verses അതിന് ഫേമസ് ആയിട്ടുള്ള ആ ഒരു കോമ്പിലേഷന് ഫേമസ് ആയിട്ടുള്ള വ്യക്തി ആരാണ്? ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് വായിക്കേണ്ട ആവശ്യമില്ല, ഇതിലുണ്ട് അല്ലെ. രവീന്ദ്രനാഥ ടാഗോർ, കബീർദാസ്, സമീർ ഖുസ്രു, തുളസിദാസ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ വരെ വായിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതിൽ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കറിയാം ഗീതാഞ്ജലി അല്ലെ 1913 നോബൽ പ്രൈസ് വാങ്ങിച്ച കൃതിയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല. ഈ ഒരു നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഗീതാഞ്ജലി രചിച്ചിട്ടുള്ളത്. ഇനി 6ാമത്തെ ചോദ്യം, ദി പെഡഗോജിക്കൽ കൺസെപ്റ്റ് ഇൻ ഷേപ്പിംഗ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി highlighted in John Dewey's pragmatic educational philosophy is? ഇതിൽ ഏത് പെഡഗോജിക്കൽ കൺസെപ്റ്റ് ആണ് ഇതില് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ജോൺ ഡെവിയുടെ പ്രാഗ്മാറ്റിക് എഡ്യൂക്കേഷൻ ഫിലോസഫിയിൽ ചെയ്തിട്ടുള്ളത് അല്ലെ? ഏത് കൺസെപ്റ്റ് ആണ് അവിടെ വന്നിട്ടുള്ളത്? പെഡഗോജിക്കൽ കൺസെപ്റ്റിൽ ഏതാണെന്നാണ്? ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണോ ആ പെഡഗോജിക്കൽ കൺസെപ്റ്റ്? സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിംഗ് ആണോ? റോട്ട് മെമ്മറൈസേഷൻ ആണോ? ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണോ? ഏതായിരിക്കും? ജോൺ ഡെവി ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ആൻസർ അറിയാം. അത് എപ്പോഴും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോൾ ജോൺ ഡെവിയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. ജോൺ ഡെവി എപ്പോഴും ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ല പ്രാധാന്യം കൊടുക്കുന്നത്, എപ്പോഴും സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള ലേണിങ്ങിനായിരിക്കും. പ്രവർത്തനാധിഷ്ഠിത പഠനം അല്ലെങ്കിൽ ശിശു കേന്ദ്രീകൃത പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിങ്ങിനാണ്. അദ്ദേഹത്തിന്റെ പെഡഗോജിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്ന സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്. ജോൺ ഡെവിയുടെ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഐഡിയോളജിയാണ്, ഒരു കൺസെപ്റ്റ് ആണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ അല്ലെ? ആൻസർ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിംഗ് ആണ്. വീണ്ടും ഒരു മാച്ച് ദി ഫോളോയിങ് നിങ്ങൾക്കായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫിലോസഫി ഭാഗത്ത് നിന്നാണ്. പബ്ജ ആണ് ആദ്യത്തെ എ എന്ന് പറയുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ബൈ എൻവയോൺമെന്റ്, ഉപനയന. ഇതിലേതാണെന്നാണ്? ലിസ്റ്റ് 2 പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, ഐഡിയലിസം, ബുദ്ധിസം അല്ലെ. മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇതൊക്കെ വരുമ്പോൾ വെറും ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ പബ്ജ എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്? ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ലേണിംഗ് ഫ്രം എൻവയോൺമെന്റ് അല്ലെ, നമ്മുടെ പ്രകൃതിയിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആരാണ്? ഉപനയന ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, പബ്ജ നിങ്ങൾക്കറിയാമോ? ഏതിന്റെ ആണെന്ന് അറിയാമോ? പബ്ജ അറിയില്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് ആരുടെയാണെന്ന് നോക്കൂ. ലേണിംഗ് ബൈ ഡൂയിങ് ആരുടെയാണ്? പ്രവൃത്തിയിലൂടെ പഠിക്കുക എന്നുള്ളത് ഏതിന്റെയാണ്? ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെ. ലേണിംഗ് ഫ്രം എൻവയോൺമെന്റ്, നാച്ചുറലിസം, ഉപനയനം ഏതിലാണ്? ഉപനയന സെറിമണി, പബ്ജ സെറിമണി ബുദ്ധിസത്തിലല്ലേ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യൂ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് തന്നെയല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓരോ സെറിമണീസ് ആണ് നമ്മൾ കണ്ടത്. ആ ഒരു ഫിലോസഫിയുടെ ഭാഗത്ത് നിന്നാണ് ആ ചോദ്യം. 8ാമത്തെ ചോദ്യം,
People in their natural state are basically good. But this natural innocence, however, is corrupted by the evils of society. Evils of society. Whose words are this? Whose words are this? ചോദ്യം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ. പീപ്പിൾ ഇൻ ദർ നാച്ചുറൽ സ്റ്റേറ്റ്, നാച്ചുറൽ സ്റ്റേറ്റിലുള്ള ആളുകൾ എന്താണ്? ബേസിക്കലി ഗുഡ് ആണ്, ബേസിക്കലി ഗുഡ് ആണ്. ബട്ട് ദിസ് നാച്ചുറൽ ഇന്നസെൻസ്, ഈ നാച്ചുറൽ ഇന്നസെൻസ് എല്ലാം അല്ലെ, ഹവർ ഈസ് കറപ്റ്റഡ് ബൈ, ഈ നാച്ചുറൽ ഇന്നസെൻസ് എല്ലാം ആരാണ്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത് ആരാണ് നശിപ്പിച്ച് കളയുന്നത്? അത് കറപ്റ്റ് ചെയ്ത് കളയുന്നത് ആരാണ്? അത് കളയുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ ഇവിൾസ് ആണ് അല്ലെ. സൊസൈറ്റിയിലെ ഇവിൾസ് ആണ് ഓരോ വ്യക്തികളെയും തിന്മകളാക്കി മാറ്റുന്നത് എന്നാണ് പറയുന്നത്, കറപ്റ്റ് ചെയ്ത് കളയുന്നത്. അത് ആര് പറഞ്ഞിട്ടുള്ളതാണ് ഈ വാക്ക്? ജോൺ ഡാൾട്ടൺ, ജീൻ റൂസോ, മഹാത്മാഗാന്ധി, ഫ്രോബൽ. ഇതിൽ ആരായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക? ഈ ഒരു സൊസൈറ്റിയുടെ കറപ്ഷനിൽ തന്നെയാണ് ഓരോ വ്യക്തിയും മോശക്കാരായി മാറുന്നത്. വളരെ ഇന്നസെൻസ് ആയിട്ടുള്ള വ്യക്തികളാണ് ഓരോരുത്തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ റൂസോ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. റൂസോ തന്നെയാണ്, ജീൻ ജാക്കോസ് റൂസോ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 9ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മോണ്ടിസോറി മെത്തേഡ് suggests that children learn best in an environment that has been prepared to enable them to do things for themselves. Montessori was the founder of kindergarten method. ആ ഒരു ഓപ്ഷനിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മോണ്ടിസോറി വാസ് ദി ഫൗണ്ടർ ഓഫ് കിൻഡർ ഗാർഡൻ മെത്തേഡ് എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. മോണ്ടിസോറി മെത്തേഡിന്റെ ഉപജ്ഞാതാവാണ് മരിയ മോണ്ടിസോറി അല്ലെ. കിൻഡർ ഗാർഡൻ മെത്തേഡിന്റെ ഉപജ്ഞാതാവ് ആരാ? ഫ്രോബൽ അല്ലേ. അപ്പോ നമ്മൾ ഇവിടെ ഒന്ന് തിരുത്തി വായിക്കണം. ഇതിന്റെ ആൻസർ 1 only, 2 only, both 1 and 2, neither 1, 2 nor 2. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 1 only ആണ്. ഓക്കെ, 1 only ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. മോണ്ടിസോറി മെത്തേഡ് സജസ്റ്റ് ദാറ്റ് ചിൽഡ്രൻ ലേൺ ബെസ്റ്റ് ഇൻ ആൻ എൻവയോൺമെന്റ്. എവിടെ നിന്നാണ് പഠിക്കുന്നത്? ദാറ്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ടു എനേബിൾ ദം ടു ഡു തിങ്സ് ഫോർ ദംസെൽവ്സ്. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം ചെയ്യാനായിട്ട് അവരെ പ്രാപ്തമാക്കുന്ന രീതിയിൽ ഒരു എൻവയോൺമെന്റ് കൊടുത്താൽ അവരതെല്ലാം സ്വയം ചെയ്തോളും എന്നുള്ള രീതിയിലാണ് മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് ഉള്ളത്. 1 only ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. വീണ്ടും ഒരു മാച്ച് ദി ഫോളോയിങ്. മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ് ടാഗോർ, പോളോ ഫ്രെയർ, ജോൺ ഡ്യൂയി എന്ന് പറയുന്ന ഓപ്ഷൻ എ സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രാഗ്മാറ്റിസം, പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്, നൈ തലീം, ഗീതാഞ്ജലി. കണ്ടോ, ഈ ബുക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ മഹാത്മാഗാന്ധി നിങ്ങൾക്കറിയാം. മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ നൈ തലീം വിഭാവനം ചെയ്തിട്ടുള്ള ആളാണ്. രവീന്ദ്രനാഥ് ടാഗോർ വെരി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ല, ഗീതാഞ്ജലി ആണെന്ന് നമുക്കറിയാം. പൗലോ ഫ്രെയറിന്റെ ബുക്ക് നമ്മൾ കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചതാണ്. പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് ആണ്. ജോൺ ഡ്യൂയി എന്ന് പറയുമ്പോൾ പ്രാഗ്മാറ്റിസത്തിന്റെ ഉപജ്ഞാതാവാണ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. A3, B4, C2, D1. ഇങ്ങനെ ആൻസർ വായിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഗാഗ്നി, പിയാഷെ, വൈഗോട്സ്കി, ജോൺ ഡ്യൂയി. എങ്ങനെയാണ്? ഗാഗ്നി, പിയാഷെ, വൈഗോട്സ്കി, ജോൺ ഡ്യൂയി. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, പ്രാഗ്മാറ്റിസം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഹൈറാർക്കി ഓഫ് ലേണിംഗ്. നോക്കൂ, വളരെ സിമ്പിൾ ആണ്. ഗാഗ്നി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആയിട്ട് റിലേറ്റഡ് ആണ്. പിയാഷെ ഏതാണ്? പിയാഷെ എന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ആളാണെന്നറിയാം. വൈഗോട്സ്കി എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ആളാണ്. ജോൺ ഡ്യൂയി പ്രാഗ്മാറ്റിസത്തിന്റെ ആളാണ്. നിങ്ങൾക്ക് ഇതിലൂടെ പരിചയപ്പെട്ടു പോകുമ്പോൾ ഇനി ഏത് മാച്ച് ദി ഫോളോയിങ് വന്നാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. A4, B3, C1, D2 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത 12ാമത്തെ ചോദ്യമാണ്. Who among the following propagated നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേരെന്താണ്? നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ്? റൂസോ ആണോ? അരബിന്ദു ആണോ? രവീന്ദ്രനാഥ് ടാഗോർ ആണോ? പ്ലേറ്റോ ആണോ? നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റൂസോ ആണ്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു മുന്നേ കണ്ടില്ലേ. സൊസൈറ്റിയിൽ എങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഗുഡ് ആണ് എന്നുള്ള ഒരു കൊട്ടേഷൻ നിങ്ങൾ കണ്ടില്ലായിരുന്നോ?
അപ്പോൾ ഒരു കോട്ട നിങ്ങൾ കണ്ടിരുന്നു, മനുഷ്യൻ എങ്ങനെയാ നല്ലവനായി ജനിക്കുന്നു, പക്ഷെ സൊസൈറ്റിയുടെ ഇവിൽസ് കൊണ്ട് കറപ്റ്റ് ചെയ്യപ്പെടുന്നതാണ് മാൻ എന്ന് പറയുന്നത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? റൂസോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ നെഗറ്റീവ് എഡ്യൂക്കേഷനും ഇത് തന്നെയാണ് പറയുന്നത്. സൊസൈറ്റിയാണ് അവരെ കറപ്റ്റ് ചെയ്യുന്നത്. അവര് ഹ്യൂമൻ എങ്ങനെയാണ്? ഗുഡ് ആണ് എന്നുള്ളതാണ്. അവർ വളരെ ഇന്നസെന്റ് ആണ് ഹ്യൂമൻ എന്ന് പറയുന്നത്, മാൻ എന്ന് പറയുന്നത് എന്നതിനെ കുറിച്ചാണ് നെഗറ്റീവ് എഡ്യൂക്കേഷനിൽ അദ്ദേഹം ഒരു കൺസെപ്റ്റുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് വായിക്കേണ്ടതാണ്. റൂസോ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ടീച്ചേഴ്സ് ഷുഡ് ബി ദി ബെസ്റ്റ് മൈൻഡ്സ് ഇൻ ദി കൺട്രി, ഹൂസ് വേർഡ്സ് ആർ ദിസ്? അല്ലെ, ടീച്ചേഴ്സ് ആയിരിക്കണം ഈ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും നല്ല മനസ്സുള്ള വ്യക്തികൾ അല്ലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഒരു അധ്യാപകനോ അധ്യാപികയോ ആണ് എന്ന് നമുക്കൊന്ന് ഊഹിച്ചു നോക്കാം. സ്വാമി വിവേകാനന്ദ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ് ടാഗോർ, ആരായിരിക്കും അങ്ങനെ പറയാൻ അർഹനായിട്ടുണ്ടാവുക? അല്ലെ, നമ്മുടെ രണ്ടാമത്തെ പ്രസിഡന്റ്, രാഷ്ട്രപതി എന്ന നിലയിൽ നമ്മുടെ ഉപരാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അധ്യാപകനായിരുന്നു അദ്ദേഹം. അല്ലെ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് തന്നെ ആചരിക്കുന്നത്. സെപ്റ്റംബർ 5 നമുക്കറിയാം. അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇങ്ങനെ പറയാനായിട്ട് ഏറ്റവും ഇതില് യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ, 14ാമത്തെ ചോദ്യം, ഹൂസ് ബിലീഫ് ഈസ് ദാറ്റ് man is born basically good but society corrupts mankind? നോക്കൂ, നമ്മൾ കുറച്ചു മുന്നേ കണ്ട ചോദ്യമാണ് അല്ലെ. Man is born basically good but society corrupts mankind. ബേസിക്കലി ഗുഡ് ആയിട്ട് ജനിക്കുന്ന മനുഷ്യൻ സൊസൈറ്റി കറപ്റ്റ് ചെയ്ത് അല്ലെ, സൊസൈറ്റിയാണ് ആ മാൻകൈൻഡിനെ കറപ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. റൂസോ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. റൂസോ ആണ്. ഓക്കെ, റൂസോ ആണ്. ഓക്കെ ആണല്ലോ. Which among the following, അടുത്ത ചോദ്യമാണ്, which among the following is not a part of traditional Indian culture? ഇതില് ഏതാണ് ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാവാത്തത് എന്നാണ് ചോദ്യം. ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളത് നമുക്ക് ആദ്യം നോക്കാം അല്ലെ. ധർമ്മ ആൻഡ് കർമ്മ, തീർച്ചയായിട്ടും ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് ധർമ്മ ആൻഡ് കർമ്മ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്, പീസ് ആൻഡ് നോൺ വയലൻസ്, റീസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ്. നിങ്ങളൊന്ന് നോക്കുക, ധർമ്മ ആൻഡ് കർമ്മ ഇതിൽ വരുന്നതാ. കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ ആയിട്ടുള്ള കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ കൾച്ചർ, ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിനെ ചേർത്ത് പിടിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നസ് ഉണ്ടാവുക എന്നുള്ളത്. അടുത്തത് പീസ് ആൻഡ് നോൺ വയലൻസ്, നമ്മുടെ കൾച്ചറുമായിട്ട് ഭയങ്കര റിലേഷൻ ഉള്ളതാണ്, സമാധാനത്തിനും അഹിംസയ്ക്കും ഒക്കെ അല്ലെ. അടുത്ത ഒരു പോയിന്റ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, റീസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ്. വാല്യൂസിന്റെ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചർ കൺസെപ്റ്റ് അല്ല. ഇത് എന്ന് പറയുന്നത്, ഈ റീസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് ഒരു മോഡേൺ കൺസെപ്റ്റ് ആണ്. ഓർത്തു വെക്കണം, ഇതൊരു മോഡേൺ കൺസെപ്റ്റ് ആണെന്ന്. മോഡേൺ കൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. സോഷ്യലി ആയാലും പൊളിറ്റിക്കൽ ആയാലും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മേഖലയിലെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു മോഡേൺ കൺസെപ്റ്റ് ആണ് റീസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് തീർത്തും ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു പാർട്ട് അല്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? റീസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ് ആണ്. നോട്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 16ാമത്തെ ചോദ്യമാണ്. ദി പ്രാക്ടീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി സ്റ്റാർട്ട്സ് ഡീവിയേറ്റിംഗ് ഫ്രം ദി വാല്യൂസ് വി ഫോളോ ഈസ് വാല്യൂ ഡിറ്റീരിയറേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ, വാല്യൂ ക്രൈസിസ്, വാല്യൂ ഓറിയന്റേഷൻ. അങ്ങനെ ചേർത്ത് വായിക്കണം നമ്മൾ കേട്ടോ. അപ്പൊ മെമ്പേഴ്സ്, ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? വാല്യൂസ് ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. വാല്യൂസ് ഡീവിയേറ്റ് ചെയ്ത് വ്യതിചലിച്ചു പോകുന്നു വാല്യൂസ്. അത് എന്തിനെ ഫോളോ ചെയ്യുന്നതാണ്? വാല്യൂസ് വി ഫോളോ ഈസ് വാല്യൂ ഡിറ്റീരിയറേഷൻ ആണോ, എഡ്യൂക്കേഷൻ ആണോ, ക്രൈസിസ് ആണോ, ഓറിയന്റേഷൻ ആണോ? ഇത് വാല്യൂ ക്രൈസിസ് ആണ്. ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സ് വാല്യൂസിനെ ഡീവിയേറ്റ് ചെയ്യുക അല്ലെ, വാല്യൂസിൽ നിന്ന് മാറി കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ക്രൈസിസിന്റെ എക്സാമ്പിൾ ആണ്. വാല്യൂ ക്രൈസിസിന്റെ എക്സാമ്പിൾ ആണ്. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ക്രൈസിസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, Rabindranath Tagore founded which university to combine the best elements of Western and Indian education? ഏത് യൂണിവേഴ്സിറ്റിയാണ് രവീന്ദ്രനാഥ് ടാഗോർ വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്? നിങ്ങൾക്കറിയാം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി
അല്ല എന്നറിയാം അല്ലെ. യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ടയാണോ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആണോ, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആണോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആണ്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആണ് അല്ലെ. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, മഹത്തായിട്ടുള്ള വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ് രവീന്ദ്രനാഥ് ടാഗോർ ഫൗണ്ട് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ അടുത്ത 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്വാമി വിവേകാനന്ദ ഫേമസ്ലി റെപ്രസെന്റഡ് ഹിന്ദുയിസം ആൻഡ് സ്പോക്ക് അബൌട്ട് ദി യൂണിവേഴ്സാലിറ്റി ഓഫ് റിലീജിയൻ അറ്റ് വിച്ച് ഇവന്റ് ഇൻ 1893 എന്ന ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഈ 1893 എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്? ഒരു കോൺഫറൻസ് നടന്നിട്ടുണ്ടല്ലോ, ഒരു ചിക്കാഗോവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് നടന്നിട്ടുണ്ട് ഇവിടെ അല്ലെ. അപ്പൊ ആ ഒരു പോയിന്റ് ഇവിടെ നോട്ട്. ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 11 ഒരു സംഭവം നടന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതില് എന്തോ സംഭവിച്ചിട്ടുണ്ട് സ്വാമി വിവേകാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ. ഹിന്ദുയിസത്തെ റെപ്രസെന്റ് ചെയ്ത വ്യക്തിയാണ് ഇതില് അല്ലെ. സ്പോക്ക് അബൌട്ട് ദി യൂണിവേഴ്സാലിറ്റി ഓഫ് റിലീജിയന്റെ യൂണിവേഴ്സാലിറ്റിയെ കുറിച്ചാണ് അല്ലെ. ഒരു സർവ്വമതങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ യൂണിവേഴ്സാലിറ്റിയെ കുറിച്ച് സംസാരിച്ച വ്യക്തിയായിരുന്നു അല്ലെ. അവിടെ എങ്ങനെയായിരുന്നു? എന്റെ സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ടായിരുന്നു അദ്ദേഹം ആ ഒരു പ്രസംഗം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ദി ഫസ്റ്റ് വത്തിക്കാൻ കൗൺസിൽ, ദി പാർലമെന്റ് ഓഫ് ദി വേൾഡ്സ് റിലീജിയൻസ് ഇൻ ചിക്കാഗോ, ദി ലണ്ടൻ കോൺഫറൻസ് ഓൺ വേൾഡ് റിലീജിയൻസ്, ദി ഗ്ലോബൽ സ്പിരിച്വൽ കോൺക്ലേവ് ഇൻ ഡൽഹി. ഇതിൽ ഏതായിരിക്കും? ഇതില് രണ്ടാമത്തെ ഓപ്ഷനിൽ എന്തുണ്ട്? ചിക്കാഗോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് ആലോചിച്ച് നോക്കാം. പാർലമെന്റ് ഓഫ് ദി വേൾഡ്സ് റിലീജിയൻ, ലോക മത പാർലമെന്റ്, ഇങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ എന്ന് ഓർത്തിരിക്കുക. സെപ്റ്റംബർ 11-ാം തീയതി ചിക്കാഗോയിലെ ഈ ഒരു സമ്മേളനത്തിൽ, ഈ ഒരു പാർലമെന്റില് അദ്ദേഹം എന്റെ സഹോദരന്മാരെ എന്ന് വിളിച്ച ഒരു സംഭവം, അന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ദി പാർലമെന്റ് ഓഫ് ദി വേൾഡ്സ് റിലീജിയൻസ് ഇൻ ചിക്കാഗോ, 1893 എന്ന് ഓർത്ത് വെച്ചേക്കാം. 1893 ആണ് ഇയർ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. 1893. അടുത്ത ചോദ്യമാണ് 19ാമത്തെ ചോദ്യം. പ്ലേറ്റോസ് തിയറി ഓഫ് ഫോംസ്. Plato's theory of forms posits that the physical world is the only reality. പ്ലേറ്റോ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണോ എന്ന് ശ്രദ്ധിക്കുക. പ്ലേറ്റോന്റെ തിയറി ഓഫ് ഫോംസ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണെന്നാണ് ചോദിക്കുന്നത്. The physical world is the only reality. Knowledge is derived solely from sensory experience. നോളജ് ഉത്ഭവിക്കുന്നത് അല്ലെ സെൻസറി എക്സ്പീരിയൻസിൽ നിന്നാണെന്നാണ്. The physical world is an imperfect reflection of a higher non-material realm of perfect ideas. All knowledge is subjective and relative. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇതിൽ പറയുന്നത് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഫിസിക്കലായിട്ട് കാണുന്ന ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഇതില് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ആണ്. ഒട്ടും പെർഫെക്റ്റ് അല്ലാത്ത ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള എന്താണ് ഒരു പ്രതിഫലനമാണ്, റിഫ്ലക്ഷൻ ആണ്. എന്തിന്റെ? ഓഫ് എ ഹയർ, വളരെ ഉയർന്ന നിലയിലുള്ള അല്ലെ, ഹയർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇനി പറയാൻ പോകുന്ന നോൺ മെറ്റീരിയൽ റെലം ഓഫ് പെർഫെക്റ്റ് ഐഡിയാസ്. പെർഫെക്റ്റ് ഐഡിയാസ് അല്ലെ, നോൺ മെറ്റീരിയൽ റെലം ഓഫ് പെർഫെക്റ്റ് ഐഡിയാസ്. നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള, വളരെ നോൺ മെറ്റീരിയൽ ഇപ്പൊ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ എല്ലാം ചുറ്റും കാണുന്നത്. ഇതില് ഒട്ടും മെറ്റീരിയൽ ആവാത്ത കുറേ കാര്യങ്ങളുണ്ട്. നോൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഒരു വേൾഡ് എന്ന് പറയുന്നത്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്, നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള പെർഫെക്റ്റ് ഐഡിയാസിന്റെ വെറും ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ മാത്രമാണ് എന്ത്? ഫിസിക്കൽ വേൾഡ് എന്ന് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. പ്ലേറ്റോയുടെ തിയറി ഓഫ് ഫോംസിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എത്ര ഉയർന്ന ചിന്തകളാണെന്നൊന്ന് നോക്കൂ. ഫിസിക്കൽ വേൾഡ് ഈസ് ആൻ ഇംപെർഫെക്റ്റ് റിഫ്ലക്ഷൻ ഓഫ് എ ഹയർ നോൺ മെറ്റീരിയൽ റിലം ഓഫ് പെർഫെക്റ്റ് ഐഡിയാസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 20ാമത്തെ ചോദ്യമാണ്. അക്കോർഡിംഗ് ടു മഹാത്മാ ഗാന്ധി, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ? മഹാത്മാഗാന്ധിയുടെ അഭിപ്രായത്തിൽ എന്താണ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവരും കാണാതെ പഠിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതിൽ ഓപ്ഷൻസ് പോലും വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് അല്ലെ.
നിങ്ങൾ BEd ഒക്കെ പഠിച്ച സമയത്ത് ഇത് കാണാതെ ഈ ഡെഫിനേഷൻ എല്ലാം പഠിച്ചിട്ട് കൊണ്ടു ചെല്ലണം അല്ലെ ഫിലോസഫിയുടെ ക്ലാസ്സിൽ. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ ഈസ് ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ മാൻ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ C ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് 2026 ജാനുവരി അല്ലെ നോട്ടിഫിക്കേഷൻ വന്നു. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. 29/10/2025 സ്റ്റാർട്ട് ചെയ്ത നോട്ടിഫിക്കേഷൻ 28/11 ഇനിയും സമയമുണ്ട്. 28/11/2025 മിഡ് നൈറ്റിൽ അവസാനിക്കുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എക്സാം ഉള്ളി ബാച്ചിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പ്രിപ്സ്കേയിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം കാര്യങ്ങൾ. നമ്മുടെ എക്സാം ഉള്ളി ബാച്ചിന്റെ വളരെ ചുരുങ്ങിയ ഫീസ് സ്ട്രക്ചറിൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് എക്സാം ഓൺലി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ എക്സാം ഓൺലി ബാച്ചിലെ എക്സാംസ്, അതിന്റെ ട്രയൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഫ്രീ ആയിട്ടുള്ള ട്രയൽസ് എല്ലാം തന്നെ, എക്സാംസ് എല്ലാം അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ലിങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഈ ക്വസ്റ്റ്യനും ആൻസേഴ്സും എല്ലാം നമ്മൾ ഇതുപോലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സാമിന്റെ ആൻസർ കീയിൽ തന്നെ നമുക്ക് എന്തുണ്ടാവും, ഇതിന്റെ എക്സ്പ്ലനേഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.